ഹലോ ഡിയേഴ്സ്, അങ്ങനെ നമ്മൾ ഒരു ഓണപരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണല്ലേ. നമുക്ക് എത്ര ചാപ്റ്റർ ആണ് ഈ ഒരു ഓണപരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത്? നിങ്ങൾ പല ആളുകളും പലതരത്തിലൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് എന്തൊക്കെ പഠിക്കണം, ഒരു ചാപ്റ്ററിൽ എത്ര ഭാഗം നമ്മൾ അറിഞ്ഞിരിക്കണം, ഇങ്ങനെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. സോ നമുക്ക് ആകെ പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിന് എണ്ണം എത്രയാണ്? 4 ചാപ്റ്റേഴ്സ് ആണ് ഹിസ്റ്ററിയിൽ നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ. SS1 നിന്നും നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്ററിന്റെ എണ്ണം എത്രയാണ്? അത് 4 എണ്ണമാണ്. കുറച്ച് അധികം ഉണ്ടല്ലേ, അത്യാവശ്യം നമുക്ക് ഒരു ഹെവിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജിയോഗ്രഫി SS2 നമുക്ക് 4 എണ്ണം പഠിക്കാനില്ല, പകരം എത്ര എണ്ണം പഠിച്ചാൽ മതി? നമ്മൾ 3 ചാപ്റ്റേഴ്സ്, ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിന്റെ പേരെന്താടാ? റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദി വേൾഡ്. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്നാണ് ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേര്. ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് 5 റെവല്യൂഷൻസ് ആണ്. അതിൽ ഒന്നാമത്തെ റെവല്യൂഷന്റെ പേര് നിങ്ങൾക്കറിയാം, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ് അല്ലെ. അമേരിക്കയെ കുറിച്ചാണ്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നിങ്ങൾ പഠിക്കുമ്പോൾ നിർബന്ധമായിട്ടും മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം, നിർബന്ധമാണ്. 2 തിങ്കേഴ്സ് ഇല്ലേ, ജോൺ ലോക്കും തോമസ് പെയിനും. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് അല്ലെ, അല്ലെങ്കിൽ ആ സമരത്തിനൊക്കെ കാരണമായിട്ടുള്ള ആ കോണ്ടിനെന്റൽ കോൺഗ്രസുകൾ പഠിച്ചിരിക്കണം, അതിന്റെ ഫലങ്ങൾ അല്ലെങ്കിൽ ദ റിസൾട്ട്സ് ഓഫ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഈ 4 കാര്യങ്ങൾ അവിടെ നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിക്കണം. ഇനി നമ്മൾ രണ്ടാമത്തെ ഫ്രഞ്ച് റെവല്യൂഷൻ അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഫ്രഞ്ച് സൊസൈറ്റി അത് 3 എണ്ണമായിരുന്നു അല്ലെ. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ്. അതങ്ങ് സെറ്റാക്കി വെക്കണം. ആ 3 തിങ്കേഴ്സ് ഉണ്ടല്ലോ, റൂസോ, വോൾട്ടേർ, മോണ്ടെസ്ക്യൂ, അവരെ 3 പേരെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ പിന്നെ എന്ത് പഠിച്ചിരിക്കണം? ടെന്നീസ് കോർട്ട് ഓത്ത് 3 മാർക്കിന്റെ ചോദ്യമായി നിരവധി തവണ ചോദിച്ചിട്ടുണ്ട്. ദെൻ നമ്മൾ എന്ത് പഠിച്ചിരിക്കണം? അവിടുത്തെ ഫ്രഞ്ച് റെവല്യൂഷന്റെ ഇൻഫ്ലുവൻസ്, സ്വാധീനം അല്ലെ. നമ്മൾ കുറെ ബോക്സിൽ ആയിട്ടൊക്കെ നമ്മൾ പല ക്ലാസ്സുകൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാകും കാര്യം. ആൻഡ് അവസാനം നെപ്പോളിയന്റെ റിഫോംസും ഈ ക്വാർട്ടർലി എക്സാമുകളിൽ റിപ്പീറ്റഡ് ചോദ്യമാണ്. ലാറ്റിൻ അമേരിക്കയെ കുറിച്ച് നമുക്ക് ആകെ ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യമാണ് അല്ലെ. ഇംപീരിയലിസം എങ്ങനെ ലാറ്റിൻ അമേരിക്കൻ നാഷൻസിനെ എഫക്ട് ചെയ്തു എന്ന് ചോദിക്കണം അല്ലെ. അവിടുത്തെ റിസോഴ്സുകൾ, വിഭവങ്ങളൊക്കെ അവർ ലൂട്ട് ചെയ്ത്, എക്സ്പ്ലോയിറ്റ് ചെയ്ത്, ചൂഷണം ചെയ്തു തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ അവിടെ അറിഞ്ഞിരിക്കണം. പിന്നെ നമുക്ക് റഷ്യൻ റെവല്യൂഷൻ ആണ് അറിയാനുള്ളത്. റഷ്യൻ റെവല്യൂഷനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും നിർബന്ധമായി പഠിക്കേണ്ട 2 റെവല്യൂഷൻസ് ഉണ്ട്. ഒന്ന് ഫെബ്രുവരി റെവല്യൂഷനും മറ്റൊന്ന് ഒക്ടോബർ റെവല്യൂഷനും. ഫെബ്രുവരി റെവല്യൂഷൻ അഥവാ ഫെബ്രുവരി വിപ്ലവത്തിന്റെ ഇമ്പോർട്ടൻസ് നമ്മളോട് ചോദിക്കും, അല്ലെങ്കിൽ അത് റഷ്യൻ ചരിത്രത്തിൽ ഫെബ്രുവരി റെവല്യൂഷൻ അഥവാ ഫെബ്രുവരി വിപ്ലവത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിക്കും. ഒക്ടോബർ അല്ലെങ്കിൽ ഒക്ടോബർ റെവല്യൂഷൻ അഥവാ ഒക്ടോബർ വിപ്ലവത്തിന്റെ ഫലങ്ങൾ, അതിന്റെ റിസൾട്ടുകൾ അല്ലെ, അതൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. അതൊക്കെ പഠിച്ചു വെക്കണം. ആൻഡ് അവസാനം ചൈനയെ കുറിച്ച് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഒന്ന് സന്യാസനെ കുറിച്ചും, രണ്ടാമത്തത് ഹൗ ഡിഡ് ചൈന ബിക്കം എ പീപ്പിൾസ് റിപ്പബ്ലിക്. ചൈന എങ്ങനെ ഒരു ജനകീയ റിപ്പബ്ലിക് ആയി മാറി, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആ ക്വസ്റ്റ്യൻ. നമ്മുടെ ആരാണ് ചിയാങ് കൈഷക്കും മാവോയി സെതൂങ്ങിന്റെ റോളൊക്കെ അവിടെ ചോദിക്കാറുണ്ട്. രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പേര് വേൾഡ് ഇൻ 20th സെഞ്ചുറി ആണ്. പല ആൾക്കാരും പഠിച്ചിട്ട് ഇങ്ങനെ ഭ്രാന്തായ ഒരു ചാപ്റ്റർ ആണെന്നാണ് പലരും പറയുന്നത്. അത് പഠിച്ച് തീരുന്നില്ല സാർ എന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് വേൾഡ് ഇൻ 20th സെഞ്ചുറി എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് ആദ്യം നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? ആ ഒരു ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ചോദ്യം, ഹൗ ഡിഡ് ഇംപീരിയലിസം എഫക്ട് ദ കോളനീസ്, അഥവാ സാമ്രാജ്യത്വം എങ്ങനെ കോളനി രാജ്യങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തു, ബാധിച്ചു എന്ന് ചോദിക്കാറുണ്ട്. തുടക്കം തന്നെ കുറച്ച് പോയിന്റ്സ് കാണാം. ദെൻ നമുക്കറിയാം 2 വേൾഡ് വാറുകൾ ഉണ്ട് അല്ലെ. ഫസ്റ്റ് വേൾഡ് വാർ ഉണ്ട്. ആദ്യം ഫസ്റ്റ് വേൾഡ് വാറിനെ കുറിച്ച് പറയുമ്പോൾ 1-ാം ലോക യുദ്ധത്തിന് കാരണമായ മൊറോക്കൻ ക്രൈസിസും ബാൽക്കൻ ക്രൈസിസും, പെട്ടെന്നുണ്ടായ കാരണം സഡൻ ക്രൈസിസും അറിഞ്ഞിരിക്കണം അല്ലെ. ഫ്രാൻസിസ് ഫെർഡിനാൻഡ് എന്ന് പറയുന്ന ഓസ്ട്രിയന്റെ അടുത്ത രാജാവിനെ ഗാവ്ലോ പ്രിൻസിപ്പ് കൊന്നെന്നൊക്കെ പറയുന്ന സഡൻ ക്രൈസിസുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. വേൾഡ് വാറിന്റെ എഫക്റ്റും നമ്മൾ അറിഞ്ഞിരിക്കണം. ആൻഡ് വേൾഡ് വാർ, ഫസ്റ്റ് വേൾഡ് വാറിലും സെക്കൻഡ് വേൾഡ് വാറിലും 2 ടീമുകൾ ഉണ്ടല്ലോ അല്ലെ. ട്രിപ്പിൾ അലയൻസ്, ട്രിപ്പിൾ എൻഡന്റ്, ത്രികക്ഷി സഖ്യം, ത്രികക്ഷി സൗഹാർദ്ദം. ആൻഡ് ആക്സിസ് പവേഴ്സ്, അലൈഡ് പവേഴ്സ് അല്ലെ. അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തികളും, ഇങ്ങനെ ടീമുകൾ എന്ത് ചെയ്തിരിക്കണം? നിർബന്ധമായും അതൊക്കെ പഠിച്ചിരിക്കണം. ആൻഡ് ഫാഷിസത്തെ കുറിച്ചും നാസിസത്തെ കുറിച്ചും നമ്മൾ എപ്പോഴും ചോദിക്കാറുണ്ട്. അതിന്റെ ഫീച്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അതിന്റെ സവിശേഷതകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ആൻഡ് സെക്കൻഡ് വേൾഡ് വാറിന്റെ ഫലങ്ങൾ, റിസൾട്ടുകൾ ചോദിക്കും. ആൻഡ് കോൾഡ് വാർ എന്താന്ന് ചോദിക്കും അല്ലെ, അല്ലെങ്കിൽ ശീത സമരം. അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ നടന്ന ഡിപ്ലോമാറ്റിക് വാർ ആണെന്നൊക്കെ നമുക്ക് അറിയാം അല്ലെ, പരസ്പരം ഉണ്ടായിട്ടുള്ള. ഓക്കെ, ആൻഡ് നോൺ അലൈൻ മൂവ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് ചോദിക്കും അല്ലെ, അഥവാ ചേരി
ചേരായ്മ എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ നമുക്ക് എന്താണ് പിന്നെ അവിടെ നമ്മളോട് ചോദിക്കേണ്ടത് സോവിയറ്റ് യൂണിയന്റെ ഡിസിന്റഗ്രേഷന്റെ കാരണം എപ്പോഴും ചോദിക്കാറില്ല. സോവിയറ്റ് യൂണിയൻ തകരാനുള്ള കാരണം ചോദിക്കാറുണ്ട്. ഏറ്റവും അവസാനം നിയോ ഇംപീരിയലിസം അഥവാ നവസാമ്രാജ്യത്വം എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഇല്ലേ, അവിടുന്നും ചോദ്യം ചോദിക്കും. ഇവിടുന്ന് എക്സാമിനൊക്കെ മുമ്പ് ചോദിച്ചിട്ടുണ്ട് 6 മാർക്കിനൊക്കെ വരെ. അപ്പോൾ നിയോ ഇംപീരിയലിസത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കും. എന്തറിഞ്ഞിരിക്കണം എന്നാ പറയുന്നത്? എന്താണ് നിയോ ഇംപീരിയലിസം? മൾട്ടിനാഷണൽ കമ്പനി, ബഹുരാഷ്ട്ര കമ്പനികൾ എന്താണ് അല്ലെ? നിയോ ഇംപീരിയലിസം വരാൻ കാരണമായ 3 എക്കണോമിക് പോളിസീസ്, സാമ്പത്തിക പദ്ധതികൾ അല്ലെങ്കിൽ എന്താണ് പോളിസികൾ ഏതൊക്കെയാണ്? ലിബറലൈസേഷൻ അല്ലെ, ഉദാരവൽക്കരണം, പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരണം, ഗ്ലോബലൈസേഷൻ ആഗോളവൽക്കരണം, ഇതൊക്കെ പഠിച്ചിരിക്കണം. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഈ അവസാനത്തെ ഏരിയ എന്ന് പറയുന്നത്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കുറച്ചുകൂടി സിമ്പിൾ ആണ് നമുക്ക് പഠിക്കാൻ അല്ലെ. എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ? പൊതുഭരണത്തിന്റെ ഡെഫിനിഷൻ ചോദിക്കും അല്ലെ, അതിന്റെ ഡെഫിനിഷൻ ചോദിക്കും. രണ്ടാമത്തെ കാര്യം നിങ്ങളോട് എന്താ ചോദിക്കുന്നത്? ഡെഫിനിഷൻ അല്ലാതെ അല്ലെ അതിന്റെ ഇമ്പോർട്ടൻസ് ചോദിക്കും, അല്ലെങ്കിൽ പൊതുഭരണം, ഗവൺമെന്റ് ഭരണത്തിന്റെ പ്രാധാന്യം ചോദിക്കും. ബ്യൂറോക്രസി, ഉദ്യോഗസ്ഥ വൃന്ദം എന്തെന്ന് ചോദിക്കും. ബ്യൂറോക്രസിയുടെ ഫീച്ചേഴ്സ് എന്താണെന്ന് ചോദിക്കും അല്ലെ. ഇന്ത്യയിലെ സിവിൽ സർവീസിനെ കുറിച്ചും അതിന്റെ 3 ഘട്ടങ്ങളെ കുറിച്ചും നമ്മൾ പഠിച്ചിരിക്കണം. ആൻഡ് ഇ ഗവേണൻസ് എന്തായാലും പഠിക്കണം. ഇ ഗവേണൻസിൽ നിന്നും ചോദിക്കുന്നത് 3 ചോദ്യം. ഇ ഗവേണൻസിന്റെ ഡെഫിനിഷൻ ചോദിക്കും. ഓക്കെ, ഇതിനടുത്ത് ചോദിക്കുന്നത് എന്താ? അതിന്റെ 2 എക്സാമ്പിൾ ചോദിക്കും. ആൻഡ് അതിന്റെ ഗുണങ്ങൾ, ബെനിഫിറ്റ്സ് എന്താണെന്ന് ചോദിക്കും. ഇത് 3 ചോദ്യം അവിടെ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഭയങ്കര കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, വിവരാവകാശ നിയമങ്ങൾ ആൻഡ് റൈറ്റ് ടു സർവീസ്. വിവരാവകാശ നിയമത്തെ കുറിച്ച് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആക്ടിനെ കുറിച്ച് ചോദിച്ചിട്ടുള്ളൂ. റൈറ്റ് ടു സർവീസ്, സേവനാവകാശം അധികം ചോദ്യം വന്നിട്ടില്ല. പിന്നെ 3 പ്രധാനപ്പെട്ട നമ്മുടെ കറപ്ഷൻ, അഴിമതി തടയാനുള്ള 3 സംഘടനകൾ, ലോക്പാൽ, ലോകായുക്ത ആൻഡ് വിജിലൻസ് കമ്മീഷനും ഏറ്റവും അവസാനത്തെ ഓംബുഡ്സ്മാനും. ഇത്രയും കാര്യങ്ങൾ പഠിച്ച ആ ചാപ്റ്റർ സിമ്പിൾ ആണ്. ഓക്കെ, ആൻഡ് അവസാനം ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് ബ്രിട്ടീഷർ അവിടെ നടപ്പിലാക്കിയ ലാൻഡ് റവന്യൂ സിസ്റ്റം ആണ്, അഥവാ ടാക്സ് സിസ്റ്റം ആണ്. ഏതൊക്കെയാണ്? പെർമനന്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം, ശാശ്വത ഭൂനികുതി, റേറ്റ് വാരി സിസ്റ്റം അഥവാ റേറ്റ് വാരി വ്യവസ്ഥ ആൻഡ് മഹൽവാരി സിസ്റ്റം, മഹൽവാരി വ്യവസ്ഥ. ഇത് 3 പഠിക്കാണ്ട് മുന്നോട്ട് പോകാൻ പറ്റൂല. ഓക്കെ, ആൻഡ് പിന്നെ അവിടെ നമ്മൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ടത് ഇൻഡിഗോ റിവോൾട്ട്, നീലം കർഷക കലാപം പഠിക്കണം. ആൻഡ് നമ്മുടെ മലബാറിലുള്ള മാപ്പിള കലാപം മാപ്പിള റെബല്യൻ അറിഞ്ഞിരിക്കണം. പിന്നെ സാന്താൾ റെബല്യൻ ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ് അല്ലെ. സാന്താൾ കലാപത്തെ കുറിച്ച് ചോദിക്കാറുണ്ട്. കേരളത്തിലെ കുറിച്യ കലാപം കുറിച്യ റിവോൾട്ട് എന്ന് പറയും. 1812 രാമനമ്പി ലീഡർ ആണ്. അതിന്റെ 3 കാരണവും എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ചോദ്യം. പിന്നെ നമ്മുടെ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തെ കുറിച്ച് നമ്മൾ വളരെ നിർബന്ധമായും വളരെ കൃത്യമായും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അറിയാന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് അത് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ എന്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്? അവിടുത്തെ ഇവിടെ വരെയാണ് മിക്കവാറും എക്സാമിന് ഉണ്ടാവുക. ഈ ചാപ്റ്റർ ഫുൾ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനി അവസാനത്തെ ഡ്രെയിൻ തിയറി, ചോർച്ചാ സിദ്ധാന്തം നമുക്കറിയാം. ദാദാബായി നവറോജി, എങ്ങനെ ഇന്ത്യൻ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ചോർന്നു പോകുന്നു. ഏറ്റവും അവസാനത്തത് സ്വദേശി മൂവ്മെന്റ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ അറിയാനുള്ളത്. മിക്കവാറും ഫസ്റ്റ് വാർ ഓഫ് ചോദിക്കുകയാണെങ്കിൽ ആ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം വരെ നമ്മളോട് ചോദിക്കുള്ളൂ. ഇതാണ് ഇമ്പോർട്ടന്റ് ഏരിയകൾ. എങ്ങനെയൊക്കെ നമ്മൾ പഠിക്കണം, ഏതൊക്കെ ഏരിയയിലാണ് കുറച്ചുകൂടി നമ്മൾ സ്ട്രെസ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ കുറച്ച് എളുപ്പ വഴിയിലൊക്കെ പഠിക്കാം എന്നുള്ള കുറച്ച് തന്ത്രങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. സോ താൽക്കാലികമായി നിർത്തുന്നു. ബൈ.